योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആദ്യത്തെ ശ്ലോകം ശരീരത്തിന്റെ സൂക്ഷ്മരൂപങ്ങളായ പഞ്ചതന്മാത്രകള് ഞാനല്ല. സുഷുപ്തി അവസ്ഥയിലും ഏതൊരു സത്തയുണ്ടോ അതാണ് ഞാൻ. എന്ന് പറഞ്ഞു. വിവേക ചൂടാമണിയിലുള്ള ഒരു പ്രസിദ്ധ ശ്ലോകമാണ് അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. അഹംപദത്തിന്റെ ഉണ്മയായ പൊരുൾ ഞാൻ എന്നുള്ളതിന്റെ ഇംപ്ലൈഡ് മീനിങ് ഓർ ഇമ്പോർട്ട്, അതിന്റെ എസൻസ്, അത് ഈ വ്യക്തി അഹം അല്ല. സുഷുപ്താവപി ഭാവദർശനാത്. ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റിൽ സുഷുപ്തിയിലും അതിന്റെ അസ്തിത്വം കാണപ്പെടുന്നത് കൊണ്ട് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ശരീരവും ഈഗോവും ഉണ്ട്, അഹംകൃതിയുണ്ട്. സുഷുപ്തിയിൽ അഹംകൃതിയില്ല, അവിടെയും അഹം ഉണ്ട്. അഹംകൃതിയില്ലെങ്കിലും അഹം ഉണ്ട്. ആ സുഷുപ്തി അവസ്ഥയിലും സിദ്ധമായിട്ടുള്ള ഏതൊരു സത്യമുണ്ടോ ആ സത്യമാണ് ഞാൻ. തദേകോവശിഷ്ട ശിവ കേവലോഹം. അവിടെയും അവശേഷിക്കുന്ന, അവിടെയും ബാക്കി നിൽക്കുന്ന ഏതൊരു ശിവമുണ്ടോ അതാണ് ഞാൻ എന്ന് പറഞ്ഞു. നമ്മളുടെ എസൻസ് കാണിച്ചതാണ്. പിന്നെ ശരീരത്തില് വർണ്ണം, ആശ്രമം, അതിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ആചാരങ്ങള്, ധർമ്മങ്ങള്, ഇതൊക്കെ തന്നെ ഓർത്തുകൊള്ളുക. ലൗകികത്തിലും വൈദികത്തിലും ഇതൊക്കെ വേണം. ഇതിനെയൊക്കെ നിഷേധിക്കുമ്പോ വ്യവഹാരത്തില് ഇത് നിഷേധിക്കാൻ ഒരിക്കലും സാധിക്കില്ല. വ്യവഹാരധർമ്മത്തിനെ ആത്മാവിലാണ് നിഷേധിക്കുന്നത്, സ്വരൂപത്തിലാണ് അതിനെ. യു ആർ നെഗേറ്റിംഗ് ഇറ്റ് ഓൺലി ഇൻ ദ inner state, in the real nature, not in the physical plane. നവർണാഹ നവർണാശ്രമാചാര ധർമാഹ. ആര് ആത്മജ്ഞാനിയാവുന്നു, ആര് സ്വരൂപജ്ഞാനത്തിനെ നേടുന്നു, അവന് തന്നെക്കുറിച്ചുള്ള അനുഭവം ശിവക്കേവലോഹം എന്നാണ്. അവന് വർണ്ണമോ ആശ്രമമോ അതിന്റെ ധർമ്മമോ ധാരണ, ധ്യാനയോഗം മുതലായിട്ടുള്ള യോഗാഭ്യാസമോ ഒന്നും തന്നെ ഇല്ല. കാരണം എന്താ? അഭിമാനം, അഹങ്കൃതിയേ ഇല്ല. ശരീരാദി ഉപാധികളോടുള്ള അഭിമാനം അല്പവും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ എന്റേന്നുള്ളത് പൂർണ്ണമായിട്ടും പോയതുകൊണ്ട് ഇതൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് വൈദികമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ശങ്കരാചാര്യർ പറഞ്ഞു, ആ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ ആള്
പിന്നെ he should not identify himself with any kind of society dress. അയാൾ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകും. അയാളെയാണ് അതിവർണാശ്രമി എന്ന് പറയുന്നത്. വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് അതീതനായിട്ടുള്ളവനാണ് അത്യാശ്രമി. അയാളുടെ അനുഭവ മണ്ഡലത്തിൽ ആശ്രമധർമ്മങ്ങളൊക്കെ അയാളെ വിട്ടുപോയിരിക്കുന്നു. അതെന്തുകൊണ്ട് വിട്ടുപോയി? അയാൾ ഉപേക്ഷിച്ചതല്ല, ആത്മജ്ഞാനം കൊണ്ട് സ്വരൂപത്തിൽ ഇതിനൊന്നും സ്ഥാനമില്ല എന്ന് കണ്ടു. ഇതൊന്നും സ്വരൂപത്തിനെ ബാധിക്കുന്നില്ലെന്ന് കണ്ടു. ആത്മാനുഭവത്തിനെ ഇതൊന്നും സ്പർശിക്കുന്നില്ലെന്ന് കണ്ടു. താൻ ആത്മാവാണ്, എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള ആത്മാവാണ്. മനഃചക്ഷുരാദേർ മനഃചക്ഷുരാദിഹി നിമിത്തം മനഃചക്ഷുരാദി പ്രവൃത്തൗ നിരസ്താഖിലോപാധിരാകാശകൽപ്പഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥാ യസ്സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. എപ്പോഴും ഉപലബ്ധമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബോധമാണ് ഞാൻ എന്ന് നിരന്തരം ആ അനുഭവമുള്ളവന് വർണ്ണം, ആശ്രമം, ജാതി അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഫഷണൽ സൂപ്പർ ഇമ്പോസിഷൻസ് ഉണ്ടോ അതൊന്നും തന്നെ ബോധത്തിൽ നിൽക്കാൻ ഒക്കുകയില്ല. വികൽപ്പ അസഹിഷ്ണു, രണ്ടാമതൊരു പൊരുളിനെ അതിരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ധ്യാനം, ധാരണ മുതലായ അനുഷ്ഠാനങ്ങളും ഒന്നും സാധ്യമല്ല. കാരണം ആര് ധ്യാനിക്കണു? ധ്യാനിക്കുന്ന ആളാര്? അതുമൊക്കെ പോയിരിക്കുന്നു. അപ്പൊ നോക്കൂ, ശരീരത്തിന്റെ ധർമ്മം, മനസ്സിന്റെ ധർമ്മം രണ്ടും കടന്നുപോയി കേവലമായി ചിത് സ്വരൂപമായി, ആത്മസ്വരൂപമായി, ചിദാനന്ദമയമായി ഇരിക്കുന്നവനാണ് ജീവൻ മുക്തൻ, തത്വജ്ഞാനി. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അനാത്മാശ്രയോഹം മമാധ്യാസഹാനാത്. ഇത് ജ്ഞാനിയുടെ സഹജമായ സ്ഥിതിയാണ്. ഒരു സാധകന്, ജിജ്ഞാസുവിന് ഇതിനെ എടുത്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ധ്യാനിച്ച് സ്വാനുഭവമാക്കി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് മനനം, നിധിധ്യാസനം ഒക്കെ ഉണ്ട്. അഹം മമ അധ്യാസഹാനാത്, ഞാൻ എന്റെ എന്നുള്ളത് ബാധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ജ്ഞാനം കൊണ്ട് ബാധിക്കുക എന്നാണ്. എന്നുവെച്ചാൽ അത് ലയിക്കലല്ല, ബാധയാണ്. മനസ്സ് ലയിക്കുന്നതിനും മനസ്സ് ബാധിക്കപ്പെടുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സ് ലയിച്ച ആളെ കൊണ്ട് വ്യവഹാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. വ്യവഹരിക്കാൻ കൊള്ളൂല. പക്ഷെ മനസ്സ് ബാധിച്ച ആൾക്ക്, പ്രാരബ്ധവശാൽ അയാൾ ചക്രവർത്തിയാണെങ്കിൽ രാജ്യകാര്യം പോലും ചിലപ്പോൾ ചെയ്തേക്കും. വളരെ റെയറാണത്. ജനകനെ പോലെയൊക്കെ വളരെ റെയറാണ്. മനസ്സ് ബാധിക്കപ്പെടൽ എന്ന് വെച്ചാൽ മരീചികയ എന്താണ്, മിറാഷ്, മരുഭൂമിയില് വെള്ളം ഇല്ല എന്നറിഞ്ഞ ശേഷം വെള്ളം കാണും. പക്ഷെ ഇല്ല എന്നുള്ള കൺവിക്ഷൻ ഉള്ള പോലെ മനസ്സ്
തോന്നുമ്പോഴും അത് വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ് ജ്ഞാനത്തിന്റെ വഴി. അതാണ് ബാധ എന്ന് പറയുന്നത്. അപ്പോ അതാണ് ഹാനാത് എന്ന് പറയുന്നത്. അഹം മമ അധ്യാസ ഹാനാത്. ഞാൻ എന്റെ എന്നുള്ളത് ഉണ്മയല്ല. അതിനധിഷ്ഠാനമായ ബോധം മാത്രമാണ് സത്യം എന്നുള്ള അനുഭവദൃഷ്ടി, അനുഭവയുക്തി അയാളില് പ്രകാശിച്ചതുകൊണ്ട് അയാളെ വർണ്ണം, ആശ്രമം, ധ്യാനം, ധാരണ എല്ലാത്തിനും അപ്പുറം പോയി നിത്യശുദ്ധമായ പൂർണ്ണ വസ്തുവായി ഇരിക്കുകയാണ്. അടുത്ത ശ്ലോകം നോക്കൂ. രണ്ടാമത്തേതില് ശരീരത്തിനോടുള്ള ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു. മൂന്നാമത്തതിൽ ശരീരത്തിന്റെ ബന്ധുക്കൾ. ഈ അധ്യാസം എന്ന് പറയണത് നമുക്ക് വ്യവഹാരത്തിൽ കാണാം. നമ്മള് ആത്മവിചാരം ചെയ്യുന്തോറും കാണാം. വിചാരം ചെയ്തുണ്ടാവുന്ന തെളിവിന് ബാധയായിട്ട് നിൽക്കുന്നത് പുറത്തുള്ള പദാർത്ഥങ്ങൾ, നമ്മളുടെ ശരീരം, ശരീരത്തിനുള്ള ഐഡന്റിഫിക്കേഷൻ, ഇതൊക്കെ ആ കേവലമായ ചിത്സ്വരൂപമായ സത്യത്തിൽ ഇരിക്കാൻ സമ്മതിക്കാതെ നമ്മളെ ഓരോന്നാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. So many of them are taken and denied. Not all. നമുക്കൊരു വഴി കാണിച്ചു തരികയാണ്. ഇതില് ഈ ശ്ലോകം പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ട് ചൊല്ലണതൊന്ന്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനത്തിനായി മനനം ചെയ്ത് നീക്കം ചെയ്യണത് മറ്റൊന്ന്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം. എന്താണ് നിങ്ങൾ ആരോപിച്ചിരിക്കണത് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ചോളണം. നിങ്ങളുടെ അനുഭവത്തില് ഏതിനെ ആരോപിച്ചിട്ടാണ് നിങ്ങളുടെ നിത്യസിദ്ധ അനുഭവത്തിനെ മറക്കണത് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ച് മാറ്റിക്കൊള്ളും. അത് ശങ്കരാചാര്യർ പറഞ്ഞുതരാൻ പറ്റില്ല. ജനറൽ ആയിട്ടാണ് ശങ്കരൻ പറയണത്. അപ്പോ അടുത്ത ശ്ലോകം നോക്കൂ. ന മാതാ പിതാവാന ദേവാന ലോകാഹം ന വേദാന യജ്ഞാന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദിശൂന്യാത്മകത്വാദ് തദേകോ വശിഷ്ട ശിവഃ കേവലോഹം. സുഷുപ്തി അവസ്ഥയെ ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുമ്പോൾ വരുന്നൊരു മന്ത്രം, തത്ര മാതാ അമാതാ ഭവതി പിതാ അപിതാ ഭവതി ദേവാ അദേവാഃ ഭവന്തി ലോകാഃ അലോകാഃ ഭവന്തി വേദാഃ അവേദാഃ ഭവന്തി എന്നൊക്കെ വേദം പറയുന്നുണ്ട്. സുഷുപ്തിയിൽ ദേവന്മാരില്ല, ലോകമില്ല, അമ്മയില്ല, അച്ഛനില്ല, നല്ലത് ചീത്ത ഒരു കർമ്മങ്ങളുമില്ല. കാരണം എന്താ? ഈ ഈഗോ, അഹങ്കൃതി ഇല്ല. ഈഗോ വരണതും എല്ലാ മൾട്ടിപ്ലിസിറ്റിയും പൊന്തി വരും. ഈയിടെ ഒരു വിദ്വാൻ ഈഗോ എന്നുള്ളതിനൊരു ഡെഫിനിഷൻ കൊടുത്തു. EGO എന്താന്ന് വെച്ചാൽ ഇജക്ട് ഗോഡ് ഔട്ട് എന്നാണ്. അത് വന്നതും യു ബിക്കം സെപ്പറേറ്റ് ഫ്രം ദ ഇൻഫിനിറ്റ്. അത് പൊന്തിയതും നമ്മൾ അഖണ്ഡത്തിൽ നിന്നും വേറെയായി. ഞാൻ ഉദിച്ച് നിൽക്കാൻ, நான் உதியாது உள்ள நிலை, நாம் അതുവായുള്ള നില, ഞാൻ ഉദിയാതുള്ള നില. ഞാൻ ഉദിക്കാത്ത സ്ഥിതി സുഷുപ്തിയിലുണ്ട്, പക്ഷെ അത് മറഞ്ഞു കിടക്കാണല്ലോ. അപ്പൊ ജാഗ്രത്തിൽ കോൺഷ്യസ് ആയിട്ട് അഭിമാനത്തിന് പിടിക്കാനൊന്നുമില്ലെങ്കിൽ, എന്തെങ്കിലും ആശ്രയമുണ്ടെങ്കിൽ അഭിമാനം അതിനെ പിടിച്ചു നിൽക്കും. അനാത്മാശ്രയം എന്നാണ് അഹങ്കാരത്തിന്റെ ഡെഫിനിഷൻ തന്നെ. അതാണ്. അതിന് ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ഈഗോന് നിൽക്കാൻ പറ്റില്ല. അഹങ്കാരത്തിന് ഒരിക്കലും ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് ഈഗോന് നിൽക്കാൻ പറ്റില്ല. ഈഗോന് നിൽക്കണമെങ്കിൽ, അഹങ്കൃതിക്ക് നിൽക്കണമെങ്കിൽ അന്യമായൊരു വസ്തു അതിന് പിടിക്കാൻ വേണം. വെളിച്ചത്തിൽ
ആർക്കും പ്രേതത്തിനെ കാണാൻ പറ്റില്ല. ഒക്കെ ഇരുട്ടിലേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ വിചാരമാവുന്ന വെളിച്ചത്തിൽ ഈ അഭിമാന വൃത്തിക്ക് നിൽക്കാൻ ഒക്കില്ല. അതിന് നിൽക്കണമെങ്കിൽ, അതുകൊണ്ടാണ് ഈ അഭിമാനം മന്ത്രവാദം കൊണ്ടോ സമാധി കൊണ്ടോ ട്രാൻസ് കൊണ്ടോ ശാസ്ത്രപഠനം കൊണ്ടോ യോഗം കൊണ്ടോ ഒന്നും പോല. അത് വേണ്ട വിധത്തിൽ വിചാരം ചെയ്ത് നോക്കിയാൽ നല്ലവണ്ണം, കാരണം അവിചാരം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണത് എന്നാണ് ആചാര്യസ്വാമിയുടെ അഭിപ്രായം. വിചാരിക്കാത്തത് കൊണ്ടാണ് ഇത് നിന്ന് കൂത്തു നടത്തുന്നത്. വിചാരം ചെയ്ത് നോക്കൂ, അത് ഇല്ലാത്തതാണെന്നറിയാം. പിന്നെ എന്തുണ്ട്? ഉള്ളത് പൂർണ്ണ വസ്തുവാണ്. പൂർണ്ണത്വമേ ഉള്ളൂ, അഖണ്ഡമേ ഉള്ളൂ, അവിഛിന്നമായ ബോധമേ ഉള്ളൂ. അതില് ഈ അഭിമാനം, ദിസ് ഈഗോ സെൻസ് ഈസ് ബോൺ ഔട്ട് ഓഫ് നോൺ ഇൻവെസ്റ്റിഗേഷൻ. വിചാരം ചെയ്തു നോക്കിയാൽ ആശ്രയിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഈ അഭിമാനം മറഞ്ഞു പോകും. അതിനെ ആശ്രയിക്കാൻ എന്തെങ്കിലും ആത്മാവിൽ നിന്ന് അന്യമായൊരു പദാർത്ഥം വേണം. അതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ദ്വൈതം ഉണ്ടെങ്കിൽ, രണ്ട് ഉണ്ടെങ്കിൽ അത് അതിന് പോയി പിടിക്കും. പിടിച്ചിട്ട് അഭിമാനിച്ച് നിൽക്കും. ഇഫക്ട് ഇൻ ഇഫക്ട് യു ക്യാൻ സീ ദ റിസൾട്ട്. എന്തിനെങ്കിലുമൊക്കെ പിടിച്ച് വേണം നിൽക്കാം. അപ്പൊ അമ്മ, അച്ഛൻ, വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദേവന്മാര്, ഇനി വരാൻ പോകുന്ന ലോകം, യജ്ഞം, അല്ലെങ്കിൽ തീർത്ഥയാത്ര ചെയ്ത് പലവിധ തീർത്ഥക്ഷേത്രങ്ങൾ, ഇവിടെയൊക്കെ പോയി ആരാ ശുദ്ധമാവണത്? തീർത്ഥസ്നാനം കൊണ്ട് ആത്മാ ശുദ്ധമാവണോ ശരീരം ശുദ്ധമാവണോ? ഗംഗയിൽ പോയി കുളിച്ചു, ആത്മാവാണോ ശുദ്ധമായത് ശരീരമാണോ ശുദ്ധമായത്? ആര് ശുദ്ധായി? ഗംഗാസ്നാനം കൊണ്ട് ആത്മാ ശുദ്ധായോ ശരീരം ശുദ്ധായോ? ശരീരം ശുദ്ധാവോ? ശരീരം ശുദ്ധാവോ? തീർത്ഥയാത്ര ചെയ്ത് ശരീരം ശുദ്ധാവോ? കൈലാസക്കെല്ലാം പോയിട്ട് ശരീരം ശുദ്ധമായിട്ടാ. ശരി, ഇനി ആത്മാവിന് ശുദ്ധം വേണോ? ശുദ്ധീകരിക്കണം വേണോ? പിന്നെ ആരാണ് ശുദ്ധാവണേ? ശരീരം ശുദ്ധാവില്ല, ആത്മാ നിത്യശുദ്ധ വസ്തു. ഇതിന് രണ്ടിനും നടുവിൽ ഒന്ന് വന്നിട്ട് ശുദ്ധാവാൻ നോക്കുകയാണ്. വാസ്തവത്തിൽ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ശരീരത്തിനോടുള്ള ഐഡന്റിഫിക്കേഷൻ വിട്ടുകഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട്, തീർത്ഥക്ഷേത്രയാത്രയ്ക്കൊക്കെ പ്രയോജനം അതാണ്. എവിടെയെങ്കിലും ജ്ഞാനികളുടെ സമ്പർക്കം ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും, അപ്പൊ നമുക്ക് വിചാരജ്ഞാനം ഉള്ളിലുണ്ടാവും. ശരീരം ഞാനല്ല എന്നറിയുമ്പോൾ ആശ്രയം വിടും. അപ്പൊ ഈ അഭിമാനം പോകും. നിത്യശുദ്ധമായ വസ്തു നിത്യശുദ്ധമായി പ്രകാശിക്കും. അല്ലാതെ ശരീരം ശുദ്ധാവില്ല, ശരീരം ശുദ്ധമാകും. ഇറ്റ് വിൽ ബിക്കം പ്യുവർ ഇൻ എ വേ. എപ്പോഴാന്ന് വെച്ചാൽ, ഈഗോ, അഹങ്കാരം, അത് ഒരു ആൽമരത്തിന്റെ വേര് നാട് മുഴുവൻ പടരണ പോലെ ദേഹത്തിന്റെ നാഡിനരമ്പുകൾ മുഴുവൻ അഹങ്കാരത്തിന്റെ വേരുകൾ പടർന്നുണ്ട്. ഈ അഹങ്കാരം നിശേഷം ഹൃദയത്തിൽ നിന്ന് അസ്തമിക്കുമ്പോ നാഡിനരമ്പുകളിലൂടെ ഒഴുകുന്ന അഭിമാനത്തിന്റെ ഓരോ സ്പന്ദനവും ഇല്ലാതാവുമ്പോ കുറെയൊക്കെ ലോകത്തിലെ
കാണപ്പെടുന്ന രീതിയിൽ ശരീരത്തിൽ വലിയൊരു പരിശുദ്ധി ഉണ്ടാവും. ഈ കൊച്ചുകുട്ടികളുടെ ശരീരമൊക്കെ ഇത്ര ശുദ്ധമായിട്ടും സുന്ദരമായിട്ടും ഇരിക്കാൻ കാരണം ദി ഈഗോ ഹാസ് നോട്ട് ഡെവലപ്ഡ്. അതുകൊണ്ടാണ് അത് ഇറ്റ് വിൽ ഡെവലപ്പ്. ഇറ്റ് ഈസ് ദെയർ ഹിഡൻ. ജ്ഞാനികളിൽ ദ ഈഗോ ഗെറ്റ്സ് അനിഹിലേറ്റഡ്. ദെൻ ഓൾസോ ഓൾമോസ്റ്റ് ഇറ്റ് ബിക്കംസ് ചൈൽഡ് ലൈക്ക്. അപ്പൊ ശരീരം ശുദ്ധമാവാൻ കാരണം ഒരു വിധത്തിൽ ശുദ്ധമാവണം. ഏത് രീതിയിലാന്ന് വെച്ചാൽ അതിന്റെ നാഡീ നരമ്പുകളിലൊക്കെ ഒഴുകുന്നത് അഭിമാനവൃത്തിയുടെയാണ്. ഈ അഭിമാനമാണ് എല്ലാ നാഡികളെയും നരമ്പുകളെയും ഒക്കെ കൺട്രോൾ ചെയ്യണത്. കാമം, ക്രോധം, എന്തൊക്കെ നിങ്ങൾ നെഗറ്റിവിറ്റീസ് പറയൂ, അതിന്റെ മുഴുവൻ സെന്റർ, ഇൻസ്റ്റിഗേറ്റിംഗ് ഏജന്റ് ഈ അഹങ്കാരമാണ്. അതുകൊണ്ട് അഭിമാനം ബാധിക്കപ്പെടുമ്പോൾ നാഡീ നരമ്പുകളൊക്കെ ശുദ്ധാവും, കുറെയൊക്കെ ശുദ്ധാവും. ഹഠയോഗ സാധനയെക്കാളും ഒക്കെ എളുപ്പത്തിൽ ജ്ഞാനവിചാരം കൊണ്ട് ശുദ്ധാവും. യോഗികൾ പറയുന്ന മൂലാധാരം മുതൽ സഹസ്രാരം വരെ ചക്രങ്ങളിലുള്ള യാത്രയൊക്കെ തന്നെ ജ്ഞാനയോഗം കൊണ്ട് നടക്കും. കാരണം ഈ യാത്രയൊക്കെ ആത്മാവാണോ യാത്ര ചെയ്യണത്? മൂലാധാരം മുതൽ സഹസ്രാരം വരെ ആത്മാവാണോ പോണത്? ഇറ്റ് ഈസ് ഓൺലി എ ഫിസിയോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഇന്നർ പ്യൂരിറ്റി. അത്രയേ ഉള്ളൂ. ആകാശത്തിൽ പറക്കണ പരുന്തിന്റെ നിഴല് ഭൂമിയിൽ കാണപ്പെടുന്ന പോലെ ഉള്ളിലുള്ള ജ്ഞാനത്തിന്റെ ഇഫക്റ്റ് ശരീരമണ്ഡലത്തിൽ കുറെയൊക്കെ കാണും. ആ കാണുന്നതാണ് കുണ്ടലിനി ശക്തിയാണെന്ന് പറഞ്ഞൊന്ന് ഭാവന ചെയ്ത് അത് മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് പോയി എന്നൊക്കെ ശരീരത്തിൽ അറ്റൻഷൻ കുറച്ചുള്ള യോഗികൾ പറയണത്. ജ്ഞാനമാർഗത്തിലൂടെ ഇതൊക്കെ നടക്കും. ശ്രദ്ധയെ അതിൽ കൊണ്ടുപോയിട്ടാ ഒന്നും നടക്കില്ല. ദേഹം എവിടെയോ പെരിഫറിയിലാണ് ഇരിക്കണത്. അതിൽ ശ്രദ്ധയിട്ടാൽ ഒരിക്കലും സെന്ററിൽ പോവില്ല. സെന്ററിലേക്ക് പോയാൽ ശരി സർഫസിലൊക്കെ നടക്കും. അത് വേറെ വിഷയം. അപ്പോ ന മാതാ പിതാവാന ദേവാന ലോകാഹ ന വേദാന യജ്ഞാന തീർത്ഥം ബ്രുവന്തി. ഇതിലൊക്കെ നോക്കിയാൽ നമ്മളുടെ ജീവാഹന്ത ഇതിലൊക്കെയാണല്ലോ നിൽക്കുന്നത്. അമ്മ, അച്ഛൻ, ലൗകിക ബന്ധങ്ങളെ കുറിക്കുന്നതാണ് അമ്മയും അച്ഛനും. അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികള്, ബന്ധുക്കളൊക്കെ ലൗകികമായ കണക്ഷൻസ്. ഫിസിക്കലായിട്ട് ഉള്ള കണക്ഷൻസ്. പിന്നെ ദേവൻ, വേദം, യജ്ഞം, നമ്മളുടെ ഇഷ്ടദൈവം, തീർത്ഥയാത്ര, നമ്മളുടെ ബിലീഫ്സ്, ഫെയ്ത്ത്, എന്തൊക്കെ ഉള്ളിലുണ്ടോ അതൊക്കെ, മനോമണ്ഡലത്തിലുള്ള ഭാവന, ഇതൊക്കെ തന്നെ അഭിമാനമുള്ളവരേ ഉള്ളൂ. അഭിമാനമില്ലെങ്കിൽ ഇതിനൊന്നും സ്ഥാനമില്ല. അതിനെന്താ ദൃഷ്ടാന്തം? സുഷുപ്തവും. പിന്നെയും സുഷുപ്തിയിലേക്ക് തന്നെ വന്നു 2 പ്രാവശ്യം. സുഷുപ്തവും വീണ്ടും ആ ഡീപ് സ്ലീപ് സ്റ്റേറ്റില് ഇത് വല്ലതും ഒക്കെ ഉണ്ടോ? എന്ത് സത്യമോ അത് എല്ലാ അവസ്ഥയിലും ഉണ്ടാവണം എന്നാണ്. സത്യത്തിന് ഡെഫിനിഷൻ തന്നെ ഇറ്റ് ഷുഡ് ബി ദെയർ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്. വേക്കിംഗ് സ്റ്റേറ്റ്, ഡ്രീം സ്റ്റേറ്റ്, ഡീപ് സ്ലീപ് സ്റ്റേറ്റ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, എല്ലാ അവസ്ഥകളിലും ഏതൊന്ന് നിലനിൽക്കുമോ ആ നിലനിൽപ്പിന്റെ പേരാണ് സത്യം. അതിലൊരു ചോദ്യമാണ്, സുഷുപ്തിയിലും എന്തുണ്ടോ അത് മാത്രമേ സത്യമാവാൻ ഒക്കൂ എന്നാണ്. ഒരുപക്ഷെ ഈ ഋഷികളുടെ ഈ സൂക്ഷ്മ പ്രജ്ഞ ഇത് തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ലൗകികമായ ദൃഷ്ടി കൊണ്ട് കാണാനേ ഒക്കാത്ത കാര്യത്തിനെ അതിസൂക്ഷ്മമായി ദർശിക്കാനുള്ള പാഠവം തന്നെ സമാധിയാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ലോകത്തില് സാധാരണ മനുഷ്യർക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്കൊന്നും സാധിച്ചിട്ടില്ല. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ദിവസം ചെയ്യുന്ന 3 കാര്യങ്ങളാണ്: ഉറങ്ങുക, സ്വപ്നം കാണുക, എഴുന്നേറ്റിരിക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അതിനോട് വളരെ പുച്ഛവുമാണ്, വളരെ ലാഘവവുമാണ്. ഇതിപ്പോ എന്താ ഉള്ളത്?
എവറസ്റ്റിന്റെ മുകളിൽ കയറിയാൽ വല്ലതും പറയാനുണ്ട്, സ്പേസിലൊക്കെ യാത്ര ചെയ്താൽ വല്ലതും അത്ഭുതമുണ്ട്. യോഗസാധനകൾ കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചാൽ വല്ലതുമൊക്കെ നടക്കുമായിരിക്കും. ഇതിപ്പോ എന്താ ഉള്ളതെന്ന് എല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ. ഉറങ്ങുക, ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക. എല്ലാരും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും സുലഭമായിട്ട് കിട്ടിയിട്ടുള്ളതിൻ്റെ ഉള്ളിൽ തന്നെ വേണം സത്യത്തിനെ അന്വേഷിക്കാൻ എന്നുള്ളതൊരു നിയമമാണ്. ഒരിക്കലും സത്യം എവിടെയെങ്കിലും ഒരു അപൂർവ വസ്തുവായിട്ട് നിൽക്കാനേ പാടില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ യൂണിവേഴ്സാലിറ്റി പോയി പോകും. സർവ ആളുകൾക്കും, സർവപേർക്കും, സർവസ്ഥലത്തും, സർവത്ര കിട്ടുന്നതും അതേസമയം അശ്രദ്ധ കൊണ്ട് മാത്രം വിട്ടുപോയതുമായിട്ടുള്ള വളരെ വളരെ സരളമായിട്ടുള്ള ഒന്നാണ് ആത്മാ എന്ന് പറയണത്, സത്യം എന്ന് പറയണത്. സുഷുപ്തോ, വീണ്ടും വന്നു. സുഷുപ്തി അവസ്ഥയിൽ ദേവനുണ്ടോ? ഇല്ല. വേദമുണ്ടോ? ഇല്ല. യജ്ഞമുണ്ടോ? ഇല്ല. നിങ്ങള് പ്രധാനമന്ത്രിയാണോ? അല്ല. നിങ്ങൾ പ്രസിഡന്റാണോ? അല്ല. നിങ്ങൾ ഗുജറാത്തിയാണോ? അല്ല. നിങ്ങൾ മലയാളിയാണോ? അല്ല. നിങ്ങള് ബാലനാണോ? അല്ല. കൗമാരം പ്രായാണോ? അല്ല. യൗവനമാണോ? അല്ല. വാർദ്ധക്യമാണോ? അല്ല. സുഷുപ്തിയിൽ എന്തുണ്ട്? അറിയില്ല. ഇത്രയേ പറയാൻ പറ്റുള്ളൂ, അറിയില്ല. ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് അല്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ എവിടെ ഉണ്ടായിരുന്നു? വാട്ട് വാസ് മൈ സ്റ്റേറ്റ്? ഈ ചോദ്യം ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. യുക്തിവാദിയാവട്ടെ, നാസ്തികനാവട്ടെ, എന്തൊക്കെ തന്നെ ആവട്ടെ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത്. ആദ്യമൊക്കെ നിഷേധിക്കട്ടെ. സുഖമായി ഉറങ്ങി, സുഖമായിരുന്നു. ഇത് നിങ്ങൾ നിഷേധിക്കുകയോ സ്വീകരിക്കുകയോ പാടില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നൈദർ ഡിനൈ നോർ ആക്സെപ്റ്റ്. ദിവസം ശ്രദ്ധിക്കുക, ദിവസം ശ്രദ്ധിക്കുക. എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. കാരണം നിങ്ങൾ ദിവസം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിക്ക് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടിയിരിക്കുന്ന ആ അവസ്ഥയെ ശ്രദ്ധിക്കാനുള്ള ശക്തി പോലും സാധാരണയായിട്ട് ഉണ്ടാവില്ല. ഈ ജപവും തപസ്സും ധ്യാനവും സത്സംഗവും നിഷ്കാമകർമ്മവും ഒക്കെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ കുറെയൊക്കെ ഈ അഭിമാനത്തിനെ ഇത്തിരി തേച്ച് കളഞ്ഞ് ഈ നമ്മൾ ഈഗോയിസ്റ്റിക് ആവും തോറും നമ്മളുടെ ബ്രെയിൻ ഉണ്ടല്ലോ വളരെ 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 സ്ഥൂലാവും. അതുകൊണ്ട് വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിനെ ഗ്രഹിക്കാനുള്ള ശക്തിയൊന്നും അതിനുണ്ടാവില്ല. അത് ഈ ജഡപദാർത്ഥങ്ങളെ ഒക്കെ പിടിച്ചോണ്ട് എന്തിനൊക്കെയോ ഭാവന ചെയ്തോണ്ട് അഭിമാനമയമായിട്ടിരിക്കും. അതാണ് അശുദ്ധി എന്ന് പേര്, ബ്രെയിനിന്റെ കറപ്ഷൻ. ആ കറപ്ഷൻ നീക്കാനാണ് നമ്മൾ സാധന എന്നൊക്കെ പറയുന്നത്. നാമജപം ചെയ്യൂ, നാമം ജപിക്കൂ, ഭക്തി ചെയ്യൂ, നിർമ്മലമായിട്ടിരിക്കുക, ശരണാഗതി ചെയ്യാം. ഏതോ വിധത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആചാര്യന്മാർക്കും അറിയാം. ഒന്നും നിരൂപിച്ച് പറയാൻ പറ്റാത്ത കാര്യമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്ന് ശരിക്കും പറയാൻ ഒക്കില്ല. ചിലർക്ക് രാമനാമം ജപിച്ചാൽ വരും, ചിലർക്ക് വരികയില്ല. അവർ കൂടുതൽ കൂടുതൽ അഹങ്കാരികളായിക്കൊണ്ടിരിക്കും. ചിലർക്ക് പൂജ ചെയ്താൽ വരും. അതേ പൂജ വേറെ ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കൂ, അയാൾക്ക് ഒന്നും വരില്ല. ചിലർക്ക് യോഗസാധന ചെയ്താൽ വരും. അതേ യോഗസാധന വേറെ ഒരാൾക്ക് ഉപദേശിച്ചു കൊടുത്താൽ അയാൾക്ക് വരില്ല. ഇതിന്റെ പുറകിലുള്ള സൂക്ഷ്മമായ നിയമം എന്താണെന്ന് അത്ര എളുപ്പത്തിൽ നമുക്ക് പിടികിട്ടുകയില്ല. നമുക്ക് ഒന്നേ പറയാൻ നോക്കൂ, ഏതോ ഒരു സ്റ്റേറ്റിൽ ഈ ജീവൻ നിശ്ചയിക്കുകയാണ് എനിക്കത് വേണം. തനിക്ക് തന്നെ താൻ ഹിതം ചെയ്യാനായിട്ട് തീരുമാനിക്കണം. ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബുദ്ധി എളുപ്പത്തിൽ ശുദ്ധമാവും. ശുദ്ധമായി കഴിഞ്ഞാൽ ഈ പറയണ രീതിയിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് കാണും. ആ സുഷുപ്തി എന്ന് പറയുന്ന അദ്ഭുതമായ അവസ്ഥ
അതൊരു അവസ്ഥയാണെന്നുള്ളൊരു ദോഷം അതിനുണ്ട്. എന്താന്ന് വെച്ചാൽ അവസ്ഥ എന്ന് വെച്ചാൽ അത് വരികയും പോവുകയും ചെയ്യാം. പക്ഷെ ആ അവസ്ഥയിൽ എപ്പോഴും ഉള്ള ഒരു സത്ത് പ്രകാശിക്കുന്നുണ്ടെന്ന് കാണാൻ എളുപ്പമാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും കാണാൻ ബുദ്ധിമുട്ടാണ്. ജാഗ്രതത്തിൽ ശരീരവും മനസ്സുണ്ട്, സ്വപ്നത്തിൽ മനസ്സ് പ്രവർത്തിക്കണം. ആ സുഷുപ്തി അവസ്ഥയിൽ മനസ്സുമില്ല. പക്ഷേ അവിടെ ഒന്നുമില്ല എന്ന് ആർക്കും പറയാൻ സാധ്യമില്ല. അതാണ് നിരസ്താതി ശൂന്യാത്മകത്വാത് എന്ന് പറഞ്ഞത്. അവിടെ ശൂന്യം എന്ന് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അവിടെ എങ്ങനെ ശൂന്യം എന്ന് പറയും? ശൂന്യം മീൻസ് ഇറ്റ് ഈസ് എ മീനിങ്ലെസ് വേർഡ്. പിന്നെ ശൂന്യം അനാത്മ എന്നൊക്കെ പറയണതോ, അനാത്മ എന്നൊക്കെ പറയുന്നത് ഈഗോനെയാണ് പറയണത്. അഹങ്കാരത്തിന് വേണമെങ്കിൽ പറയാം ശൂന്യം എന്ന് പറയാം, അഹങ്കാര ശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊക്കെ നിഷേധിച്ചു കഴിയുമ്പോൾ ശൂന്യം ആവുകയേ ഇല്ല, പൂർണ്ണം. ചിലർ പറയണ ശൂന്യത്തിനും പൂർണ്ണത്തിനും എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ, അങ്ങനെയും പറയാം. പക്ഷേ ശൂന്യം എന്നുള്ള വാക്കിന് അർത്ഥമില്ല. ഇറ്റ്സ് എ മീനിങ്ലെസ് വേർഡ്. ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരാ ഒന്നുമില്ല എന്ന് പറയണേ? ഒന്നുമില്ല എന്ന് ആരാ പറയണേ? ഈ ഒന്നുമില്ല എന്നിപ്പോ ഞാൻ പറയണു. അപ്പൊ ആ സത്ത ഉണ്ടോ ഇല്ലയോ? നോക്കൂ, ഒന്ന് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. രണ്ടാമതൊരു പദാർത്ഥം ഉണ്ടെങ്കിലേ ഒന്നിനർത്ഥമുള്ളൂ. രണ്ടാമതൊരു പദാർത്ഥം ഇല്ലെങ്കിൽ ഒന്നിനൊരു പേര് കൊടുക്കാനില്ല. അതുകൊണ്ട് അതിനെ പോയി ശൂന്യൊന്നും വിളിക്കാനും പറ്റില്ല. സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷ നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തി ജാനീഹി ഭോഃ. സത്താചിത് സുഖരൂപമസ്തി സതതം. സച്ചിദാനന്ദമയമായൊരു വസ്തു നിരന്തരം ഉണ്ടെന്നാണ്. അതില് നാഹം നചത്വം മൃഷ, ഞാനോ നീയോ ഇല്ല കുട്ടി. നേതം വാവി ജഗത് പ്രതിഷ്ഠമഖിലം, ഈ കാണപ്പെടുന്ന ഈ ജഗത്തും ഇല്ല. സുഷുപ്തി അവസ്ഥയിൽ, ഡീപ് സ്ലീപ്. എവറി ഡേ ഇറ്റ് ഈസ് ഗിവിംഗ് യു ദ ടേസ്റ്റ് ഓഫ് സെൽഫ് remaining without body, without world, without ego, without mind, without personality. ഒരു സിമ്പിൾ കാര്യമാണോ പഠിപ്പിക്കുന്നത് സുഷുപ്തി? എന്താ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരു കുറവുമില്ല എന്നാണ്. നിങ്ങൾ ഓരോ വസ്തു നഷ്ടപ്പെടുമ്പോഴും കൂടുതൽ കൂടുതൽ പൂർണ്ണരായിരിക്കും. നിങ്ങളുടേന്ന് ധരിക്കുന്ന സകലതും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പൂർണ്ണമാവും എന്നുള്ളൊരു നോളജ് ദിവസം സുഷുപ്തി അവസ്ഥ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമുക്ക് ഏറ്റവും പേടിയുള്ളത് നഷ്ടപ്പെട്ടു പോണലാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വിട്ടുപോകും എന്നുള്ളതും, എന്റെ ശരീരം പോകും എന്നുള്ളതും, അയ്യോ ഞാനില്ലാതാവോ, ഇതൊക്കെയാണ് നമ്മളുടെ ഭയം, അല്ലേ? സുഷുപ്തി വളരെ സിമ്പിളും അതേസമയം ഏറ്റവും അധികം ശക്തിപ്രധാനവും ആനന്ദപ്രധാനവുമായ ഒരു ഇൻസൈറ്റ് നമുക്ക് ദിവസം തരുന്നുണ്ട്. എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഒരു കുറവും വരില്ല. വാസ്തവത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോ പരിപൂർണമായി നിങ്ങൾ അവശേഷിക്കും. By losing everything, you will gain the absolute. ഇനി ഒരു വഴി അങ്ങോട്ട് കടന്നു പറഞ്ഞാൽ, you can never lose the whole.
You have only an ignorance of not knowing the whole, or losing the whole, or limiting the infinite. All the while it remains limitless, boundless. എപ്പോഴും അത് പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കണു. അതിനെ പരിച്ഛേദം ചെയ്യാനേ പറ്റില്ല. അതിനെ കുരുക്കാനേ പറ്റില്ല. ദിവസം സുഷുപ്തി അവസ്ഥ നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടിരിക്കണം. തദേകോവശിഷ്ട ശിവ കേവലോഹം. ഇത് വിചാരം ചെയ്യും തോറും ഉള്ളുന്നൊരു ബലം വരും, ഒരു വീര്യം വരും. ആ വീര്യം ആത്മനാ വിന്ദത്തെ വീര്യം. ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല. It's not physical strength. It's the strength which directly comes from the self. അഭയം. എന്താന്ന് വെച്ചാൽ മരണമില്ലായ്മ നിത്യസിദ്ധമാണ്, അമൃതത്വം നിത്യസിദ്ധമാണ്, ആനന്ദം നിത്യസിദ്ധമാണ്, ശാന്തി നിത്യസിദ്ധമാണ്, അഭയം നിത്യസിദ്ധമാണ്. ന മാതാ പിതാവാന ദേവാന ലോകാഃ ന വേദാന യജ്ഞാന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദി ശൂന്യാത്മകത്വാത് തദേകോവശിഷ്ട ശിവ കേവലോഹം. ആ സുഷുപ്തി അവസ്ഥയിലും ഏതൊന്ന് അവശേഷിക്കുന്നുവോ ആ പൂർണ്ണമായ വസ്തു ശിവം, മംഗളം, ഭദ്രം. ആ പൂർണ്ണവസ്തുവാണ് അഹം. അതാണ് എന്റെ സ്വരൂപം. സോഹമസ്മി. അവിടെയാണ് പ്രത്യവിജ്ഞ. നിഷേധിച്ച് ആ വസ്തുവിനെ സോഹമസ്മി എന്നറിയാം. ഈ ഒരു അറിവ് സുഷുപ്തി അവസ്ഥയിൽ സാധ്യമല്ല. അതാണ് നമ്മൾ ജാഗ്രതയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ദൂഷ്യം. സുഷുപ്തി അവസ്ഥയിൽ അത് ഞാനാണ് എന്നുള്ള ഒരു പ്രത്യഭിജ്ഞ ഉണ്ടാവാൻ പറ്റില്ല. നേരെ മറിച്ച് സുഷുപ്തി അവസ്ഥയെ വിചാരം ചെയ്തു നോക്കുന്ന ആൾക്ക് ആ അവസ്ഥയിലും ഏതൊന്നുണ്ടോ അതാണ് ഞാൻ എന്നുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് റെക്കഗ്നിഷൻ ക്യാൻ ഹാപ്പൻ. അതിനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. അപ്രത്യഭിജ്ഞ തന്നെയാണ് സെൽഫ് റിയലൈസേഷൻ. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. അത് ധ്യാനമല്ല, അത് സമാധിയല്ല, അത് യോഗമല്ല, അത് എഫേർട്ടിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നിത്യനിരന്തരം നിലനിൽക്കുന്നതാണ്.
ഒരിക്കൽ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കാത്ത സൂര്യോദയമാണ്. സഗദ്വിഭാതോയം ബ്രഹ്മലോക. ഒരേ ഒരു പ്രാവശ്യം പ്രകാശിച്ചു. സഗദ്വിഭാത സവിതുഹു യഥാ പ്രഭാ. ന സാഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർമതം വാം വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം. ന സാഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർമതം വാം. മൂന്നാമത്തെ ശ്ലോകത്തില് അമ്മ, അച്ഛൻ,
ദേവാ ലോകാഹ ഒക്കെ നിഷേധിച്ചു. എന്നുവെച്ചാൽ ഞാൻ ആരുടെയെങ്കിലും അച്ഛനോ ഞാൻ ആരുടെയെങ്കിലും അമ്മയോ അല്ല. എനിക്ക് അമ്മയോ അച്ഛനോ ബന്ധുക്കളോ യാതൊന്നും ഇല്ല. ശുദ്ധ ശിവമാണ് എന്ന് പറഞ്ഞു. അടുത്തത് ശാസ്ത്രത്തിലേക്ക് വരികയാണ്. ഈ ആത്മാവിനെ കാണിച്ചു തരാൻ ഏത് ശാസ്ത്രമാണ് പ്രയോജനപ്പെടുക? ഏത് തരത്തിലുള്ള ശാസ്ത്രമാണ് വേണ്ടത്? ന സാഖ്യം. സംഖ്യ എന്ന് വെച്ചാൽ അക്കം എന്നർത്ഥം. സംഖ്യാനം എന്ന് വെച്ചാൽ സമ്യക് വിവേക, ജ്ഞാനം എന്നർത്ഥം. പ്രകൃതി പുരുഷ വിവേചന രൂപത്തിലുള്ള ഒരു ശാസ്ത്രമാണ് സാഖ്യം. 24 തത്വങ്ങൾ, പ്രകൃതി പുരുഷ വിവേചനം, ഇതൊക്കെ സാഖ്യന്മാരുടെ ശാസ്ത്രമാണ്. അവരാണ് ആദ്യത്തെ ദാർശനികന്മാര്. അതുകൊണ്ട് വേദാന്തികൾ അവരെ വൃദ്ധാഹ എന്ന് വിളിക്കും, വൃദ്ധന്മാരെന്ന് തന്നെ വിളിക്കും. വേദാന്തത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് സാഖ്യശാസ്ത്രം. പക്ഷെ അതിൽ 2 നിൽക്കും. പ്രകൃതി പുരുഷൻ അദ്വൈതത്തിലേക്ക് വന്നില്ല. ആ 2 അവിടെ ഉണ്ട്. പ്രകൃതി പുരുഷനും നിത്യമാണ് എന്നുള്ളതാണ് സാഖ്യന്മാര്. കപില ഭഗവാനെ സാഖ്യാചാര്യനായിട്ടാണ് പറയാ. ഭാഗവതത്തിലുള്ള കപിലൻ ഇത്തിരി വ്യത്യാസമുണ്ട് ദാർശനികനായ കപിലനുമായിട്ട് നോക്കുമ്പോൾ. ഇവിടെ ന സാഖ്യം, സാഖ്യത്തിനെ നിഷേധിക്കുകയാണ്. എന്നുവെച്ചാൽ വെളിയിലുള്ള പ്രകൃതി പുരുഷൻ എന്നുള്ള ഒബ്ജക്റ്റീവ് അനാലിസിസ് കൊണ്ട് നമുക്ക് നിത്യ അനുഭവസ്വരൂപമായ ആത്മാവിനെ എങ്ങനെ കാണാനൊക്കും? രണ്ടാമതൊരു വസ്തു ഉള്ളവരെ ശ്രദ്ധ അതിൽ പോയിക്കൊണ്ടിരിക്കും. സാഖ്യം എന്നുള്ള ഒരു ശാസ്ത്രമും വേണ്ട നമുക്ക് ആത്മജ്ഞാനത്തിനായിട്ട്. ന ശൈവം, ശൈവ സിദ്ധാന്തം, പതി പശു പാശം, ഈ 3 നിത്യമാണെന്നുള്ളതാണ് ശൈവ സിദ്ധാന്തം. അതിലെ ശിവാഗമങ്ങളാണ് അവർക്ക് പ്രമാണം. ന ശൈവം. ഇവിടെ പതിയും പശുവും പാശവും ഒന്നുമില്ല. ഇതൊക്കെ തെളിവായിട്ടുള്ള ജ്ഞാനമില്ലാതാവുമ്പോ പലതും ഉണ്ടെന്ന് തോന്നും. ന ശൈവം. വൈഷ്ണവ ആഗമമാണ് പാഞ്ചരാത്രാഗമം. നതത് പാഞ്ചരാത്രം. അതിലും വൈഷ്ണവപരമായ ആചാരങ്ങളും മറ്റു പലതും. ഇതൊക്കെ തന്നെ ശങ്കരാചാര്യ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. ഈ സമ്പ്രദായക്കാരൊക്കെ ആചാര്യസ്വാമിയുടെ അടുത്ത് വരും. ചിലര് പറയും ഈ പറയുന്ന വേദാന്ത വിചാരമൊന്നും ആവശ്യമില്ല, ശരീരത്തിൽ ഊർധ്വപുണ്ഡ്രമോ ശംഖചക്രാദി ചിഹ്നങ്ങളോ ധരിച്ചാൽ തന്നെ മതി, വൈകുണ്ഠത്തിലേക്ക് പോകും. ഈ ജ്ഞാനം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് വാദിക്കുന്നുണ്ട് ശങ്കരന്റെ അടുത്ത്. ആചാര്യസ്വാമികൾ പറയണത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതിനെയാ പ്രമാണം പറയണത്? വേദം നിങ്ങൾക്ക് പ്രമാണമാണോ? അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ, വേദം പ്രമാണ. വേദത്തിൽ ഒരിടത്തും ഇത്തരം ചിഹ്നങ്ങൾ ധരിച്ചാൽ ഒരാൾ മുക്തനാവുമെന്ന് പറഞ്ഞിട്ടില്ല. വേദം നിങ്ങൾക്ക് പ്രമാണമാണെങ്കിൽ വേദം വെച്ചുകൊണ്ട് തന്നെയാണ് പറയണത് ഇത്തരം ചിഹ്നങ്ങൾ ധരിച്ചാൽ ഒരാൾ മുക്തനാവുമെന്ന് വേദം ഒരിടത്തും പറയണില്ല. മഹർഷികളൊക്കെ തന്നെ ഇത് ധരിച്ചു എന്നുള്ളതിനും പ്രമാണമില്ല.
വാൽമീകി രാമായണത്തിൽ ഒരിടത്ത് പോലും ശ്രീരാമൻ, നമ്മളിപ്പോ ചിത്രത്തിലൊക്കെ ഉറുദു പുണ്ഡ്രധാരിയാണ്, വാൽമീകി രാമായണത്തിലൊന്നും കാണാനില്ല. ഇല്ല. പിന്നീട് വന്ന രാമായണങ്ങളിലൊക്കെ ഉണ്ട്. വാൽമീകി രാമൻ ഊർധ്വ പുണ്ഡ്രധാരിയായിട്ടൊന്നും പറയണില്ല. അപ്പൊ നമ്മളിപ്പോ ഊർധ്വ പുണ്ഡ്രമോ ഭസ്മധാരണമോ, ശൈവന്മാര് ഭസ്മം പറയും, അതൊക്കെ ഭസ്മധാരണം എവിടുന്ന് വന്നു വെച്ചാൽ അഗ്നിഹോത്രം കഴിച്ചിട്ട് അതിന്റെ ചാറെടുത്തിട്ട് അതിന്ന് ഭസ്മധാരണം വന്നു. ഇതൊക്കെ നല്ലതാണ്, ഇതൊന്നും നിഷേധിക്കണില്ല. ഇൻ ഇഫക്ട് ഇതൊന്നും ശങ്കരൻ തന്നെ ഇതൊക്കെ ധരിച്ചിരുന്നു എന്നൊക്കെ പറയണ്ട്. പക്ഷെ ഇതൊന്നും ജ്ഞാനത്തിനോ മുക്തിക്കോ മോക്ഷത്തിനോ ഒന്നും കാരണമാവില്ല. ദിസ് ഈസ് പാർട്ട് ഓഫ് എ കൾച്ചർ. നിങ്ങൾ ഇങ്ങനെ ധരിച്ചത് കൊണ്ട് നിങ്ങൾ മുക്തരാവും എന്നൊന്നും ശടിക്കേണ്ടെന്ന്. അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഉപാസന ചെയ്താൽ, ഇന്ന ദേവതയെ ഉപാസിക്കാൽ, പലതരത്തിലുള്ള ആളുകളാണ് ശങ്കരാചാര്യരുടെ അടുത്ത് വരുന്നത്. ഒരാള് ഒരു യന്ത്രത്തിനെ കയ്യിൽ വെച്ചുകൊണ്ട് പറയും ഇത് കാലയന്ത്രമാണ്, ഇതുകൊണ്ട് ഞാൻ എല്ലാ ദേവതകളെയും പിടിക്കും. കയ്യിൽ വെച്ചോളൂ. ചിലർക്കൊന്നും ഉപദേശിക്കാനേ പറ്റില്ല. ചിലരോട് ആചാര്യസ്വാമികൾ വേണം കൂടെ കുറച്ചു ദിവസം താമസിക്കുക. അപ്പൊ ചിലപ്പോ അവർ പക്വമാവും, പതുക്കെ മനസ്സിലാക്കും. ഒരാള് ഞങ്ങള് കേദാർ ബദ്രി യാത്ര പുറപ്പെട്ടപ്പോ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു, ഇവിടെ ഒരു സ്വാമിയുണ്ട്, ആ സ്വാമി നിങ്ങൾക്ക് കേദാർ ബദ്രി കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ഒരു ബാബാജിയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ഭാഗവത് സപ്താഹം നടക്കണ്ട. പ്രഭാഷണത്തിന് വന്നപ്പോ അദ്ദേഹം മുമ്പിൽ വന്നിരുന്നു. അനങ്ങാതെ ശില പോലെ ഇരുന്നു. ജടയും താടിയും ഒക്കെ ഉണ്ട്. അപ്പൊ തന്നെ ഒരു സൈക്കിക് പവർ, കുറച്ചൊരു യോഗശക്തിയോ സിദ്ധിയോ ഒക്കെ ഉള്ള ആളാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. മുമ്പിലിരിക്കണ്ടായിരുന്നു. പ്രഭാഷണത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വികാരവും ഇല്ലാതെ അനങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഞാൻ എഴുന്നേറ്റ് പോയി. എനിക്ക് ഒരു വിഷമവും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ നമസ്കരിക്കുക എന്ന് പറയുന്നത്. നമസ്കരിച്ചു. നമസ്കരിച്ചത് ഒരുമാതിരി ഒരു നോട്ടമൊക്കെ നോക്കി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, അങ്ങടേക്ക് നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് പേഴ്സണലായിട്ട് കാണണം എന്ന് പറഞ്ഞു. ഓ കാണാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കേദാറിൽ പോയാൽ കേദാർ പർവ്വതത്തിന് പുറകിൽ എന്റെ ദർശനം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ, പിന്നെ അവിടെ പോയിട്ട് കാണണ്ട. വളരെ ശാന്തമായിട്ട് തന്നെ ഞാൻ ചോദിച്ചു, ഇവിടെ തന്നെ കാണുന്ന അല്ലല്ല, അവിടെ നിങ്ങൾക്ക് ദർശനം കിട്ടും. പിന്നെ പോയിട്ട് തിരിച്ചു വന്ന ശേഷം അദ്ദേഹം എന്നോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് അവിടെ എന്റെ ദർശനം കിട്ടിയോ? എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊന്നും പോരാ, ഇവിടെ ഇരുന്നാൽ കൈലാസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള ചില സിദ്ധികളൊക്കെ ഉണ്ട്, ശക്തികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സമ്പാദിക്കാം. ഫസ്റ്റ് ഓഫ് ആൾ അദ്ദേഹം ബാബാജിയാണെന്നൊക്കെ പറഞ്ഞു. അന്ന് കുറച്ചു നേരത്തിൽ എനിക്ക് മനസ്സിലായി മലയാളിയാണെന്ന്. അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശക്തി സമ്പാദിക്കാൻ പറ്റും. ഇങ്ങനെ കുറെ പറഞ്ഞു. കുറച്ച് വയസ്സായ ആളാണ്, നേരിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാതായപ്പോ ഇയാള് വിട്ടുപോകില്ല. ഇയാള് നമ്മൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ, ഈ സിദ്ധികളൊക്കെ പഠിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു നിവൃത്തിയില്ലാതായപ്പോ ഇതൊക്കെ ഈ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ടൈമിന് വരും. വേണമെങ്കിൽ ഉണ്ടാതെ കണ്ണടച്ചിട്ട് സ്വാമിയോട് പറഞ്ഞു, എന്തിനാ ഇതിലൊക്കെ കടന്നു പെട്ടിരിക്കണത്? ഇതൊക്കെ നേടിയിട്ടിപ്പോ മനസ്സിന് സമാധാനം ഉണ്ടാവും?
സകല ശാസ്ത്രങ്ങൾക്കും പ്രമാണമായിട്ടുള്ളതാണ് ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തനാവുള്ളൂ എന്ന്. ഈ സിദ്ധികളും ഇവിടുത്തെ കാര്യങ്ങൾ, നമുക്ക് അടുത്തുള്ള കാര്യങ്ങൾ അറിയണത് തന്നെ മനസ്സിന് സമാധാനം പോകുന്നു. പിന്നെ ദൂരത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? സ്വയം തന്റെ യഥാർത്ഥ സ്വരൂപമേ അറിയില്ല, പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? വേദപ്രാമാണ്യവുമില്ല, ശാസ്ത്രപ്രാമാണ്യവുമില്ല, വിചാരകുശലതയുമില്ല, ശാന്തിയുമില്ല. അല്ലെങ്കിൽ തന്നെ അഹങ്കാരം ബലം കൂടുതലാണ്. അതിന് ഇനി ഇത്തരത്തിലുള്ള സിദ്ധികളോ ശക്തികളോ സാമർത്ഥ്യമോ സ്ഥാനമാനങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ബലം കൂടും. ഇതിന്റെ സ്വരൂപം എന്താന്ന് അറിഞ്ഞ് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കല്ലേ വേണ്ടേ? ഈ കാര്യങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് കണ്ണടച്ചിട്ട് പറഞ്ഞു, തുറന്നു പറഞ്ഞില്ല. മൂപ്പർക്ക് വിരോധം വേണ്ടെന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞതും മൂപ്പർ എന്നാ ഞാൻ പോയിട്ട് വരാമെന്ന് ചോദിച്ചു. എന്തിനു പറയണു? പലതരത്തിലുള്ള ധാരണകളാണ്, പല ധാരണകൾ. ചില ധാരണകളൊന്നും നമ്മളെ കൊണ്ട് ഭേദിക്കാനൊന്നും പറ്റില്ല. ഓ ശരി 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 എന്ന് പറയാനേ പറ്റുള്ളൂ. ചിലരൊന്നും തയ്യാറേ അല്ല, ഒന്നും കേൾക്കാൻ തയ്യാറല്ല. അവര് ഗൗഡപാദാചാര്യർ പറഞ്ഞു, സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാദൃഢം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം വിരുദ്ധ്യതേ. ഭക്തി വിനയം കൊടുക്കുമെന്നാണ് ആളുകൾ പറയണത്. പക്ഷേ ഭക്തന്മാരാ എന്ന് പറയുന്ന ഭക്തി കൾട്ടിലുള്ള പലരെയും പോലെ അഹങ്കാരികളായിട്ടുള്ളവര് ജ്ഞാനമാർഗത്തിൽ പോലുമില്ല. ശരിയായ രീതിയിൽ ഭക്തി പരമവിനയസ്വരൂപമാണ്. പക്ഷെ നോക്കൂ, എല്ലാ സിദ്ധാന്തങ്ങളും ഉണ്ടാക്കിയത് ഭക്തന്മാരാ, ജ്ഞാനികളല്ല. ശങ്കരാചാര്യർ ആദ്യകാലത്ത് വന്ന് ഒന്നുണ്ടായി, അതിനെ എതിർത്തവർ മുഴുവൻ ആരാ? സിദ്ധാന്തങ്ങൾ, പിന്നീട് വന്ന സിദ്ധാന്തങ്ങൾ മുഴുവൻ ഏത് കൾട്ടുന്ന വന്ന്? വൈഷ്ണവം ശൈവം ഒക്കെ ഭക്തിമാർഗികളാണ്, ഭക്തി എന്ന് പറയണ മാർഗത്തിൽപ്പെട്ടവരാ. ഈ അടുത്ത കാലത്തുണ്ടായ ലോകം മുഴുവൻ പറന്നു കിടക്കുന്ന ഹരേ രാമ കൾട്ടിൽ നോക്കൂ, എന്തു വിരോധം അറിയോ അവർക്ക്. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ഭക്തിയുടെ ലക്ഷണമാണോ അത്? അദ്വേഷ്ട സർവഭൂതാനാം എന്നുള്ള ആദ്യത്തെ വിശേഷണം തന്നെ ഫെയിലായി. അത് ഇംഗ്ലീഷിലുള്ള പച്ചത്തെറിയാണ് പ്രഭുപാദരെ വിളിക്കുക. എന്തുകൊണ്ടെങ്ങനെയായി? ഇമോഷണലി യു റീച്ച് എ സ്റ്റേറ്റ്, ബട്ട് യു ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ട്രൂത്ത്. ഇതാണ് ഗൗഡപാദാചാര്യർ പറഞ്ഞു, എന്തെങ്കിലും സിദ്ധാന്തത്തിനെ പിടിച്ചിട്ട് പരസ്പരം വിരുദ്ധ്യന്തേ, പരസ്പരം അങ്ങോട്ടും ശണ്ട കൂടും. തൈരയം ന വിരുദ്ധ്യത്തെ, ഞങ്ങളൊക്കെ ആരോടും വിരോധരാണ്. നിങ്ങള് വൈഷ്ണവ വേഷം കെട്ടാൻ പറയണോ കെട്ടാം, ശൈവ വേഷം കെട്ടാൻ പറയണോ കെട്ടാം, മുസ്ലിം ആവണോ ആവാം, ക്രിസ്ത്യാനി ആവണോ ആവാം, ആരോട് ശണ്ട കൂടാൻ ഞങ്ങളില്ല. ശണ്ട കൂടുന്നവരും ഒക്കെ നമ്മൾ തന്നെയല്ലേ, പിന്നെ ആരോട് ശണ്ട കൂടും, ആരോട് ദ്വേഷിക്കും? ശരിക്കും പറഞ്ഞാൽ ജ്ഞാനിക്ക് അദ്വൈതം എന്നുള്ള സിദ്ധാന്തം പോലും ഇല്ല, അത് വെറുതെ പറയാണ്. ഒരു അനുഭവജ്ഞാനത്തിനായിക്കൊണ്ട് അദ്വൈതം എന്ന് പറയുകയാണെന്നല്ലാതെ അദ്വൈതികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവർ അദ്വൈതികളെ അല്ല. ശങ്കര പരമ്പരയിൽ തന്നെ വരണവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പരമാചാര്യർ, കാഞ്ചി പരമാചാര്യരെ കണ്ടിട്ടുള്ളവർക്ക് ആർക്കും അദ്ദേഹം അദ്വൈതിയാണെന്നൊന്നും പറയാനേ ഒക്കില്ല. ഗണപതി മുതൽക്ക് സകല ദേവതകളുടെ ഭക്തിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇദ്ദേഹം അദ്വൈതിയാണെന്ന് ആരും പറയില്ല. എന്താന്ന് വെച്ചാൽ അദ്വൈതിക്ക് അദ്വൈതം ആവശ്യമില്ല, അദ്വൈതിക്ക് അദ്വൈത സിദ്ധാന്തം ആവശ്യമില്ല. അദ്വൈതം തത്വം അറിഞ്ഞു കഴിഞ്ഞവൻ, അദ്വൈതത്തിന്റെ ഇഫക്റ്റ് ആത്മാനുഭവത്തിലാണ്. ആത്മാനുഭവ സമ്പന്നനായവൻ പിന്നെ
വ്യവഹാരത്തിന് വേണ്ടി ചിലപ്പോൾ പരമഭക്തനായിരിക്കും. മധുസൂദന സരസ്വതി പറയുന്നുണ്ട്, ദ്വൈതം ബന്ധായ പ്രാഗ്ബോധാത്. ജ്ഞാനം ഉണ്ടാവുന്നതിന് മുമ്പ് ദ്വൈതം ബന്ധത്തിന് കാരണമാണെന്നാണ്. ജ്ഞാതേ ദ്വൈതം ന വിദ്യത്തെ. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ദ്വൈതമില്ല. അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്നാണ്. അദ്വൈത സിദ്ധാന്തവും പോലും ചിലപ്പോൾ വിട്ടുകളഞ്ഞിട്ട് പരമഭക്തനായിട്ടൊക്കെ ഇരിക്കും, ചിലപ്പോൾ ലൗകികനായിട്ടൊക്കെ ഇരിക്കും, തന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. കാരണം അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം പോയി കഴിഞ്ഞാൽ അയാള് വൈഷ്ണവര് മുമ്പിൽ വരുമ്പോൾ വൈഷ്ണവനായിക്കോളും, ശൈവര് മുമ്പിൽ വരുമ്പോൾ ശൈവനായിക്കോളും. ആക്ടിംഗ് അല്ല, നാച്ചുറൽ ആണ്. നമുക്ക് കണ്ടാലേ ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. ലോക പ്രപഞ്ചമേ ആയി മാറുകയാണ് അയാള്. അദ്വൈതം ഒരു ഫിലോസഫിയേ അല്ല. ശങ്കരാചാര്യ നമ്മൾ ഫിലോസഫർ എന്ന് പറഞ്ഞാൽ ഇടിച്ചു താഴ്ത്താണ്. ഒരു ഫിലോസഫിയേ അല്ല അദ്വൈതം. അത് ഒരു ജ്ഞാനത്തിന് ഒരു വഴിയാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതം എന്നുള്ള സിദ്ധാന്തം പോലും വേണ്ട. അദ്വൈതം കേചിത് ഇച്ഛന്തി ദ്വൈതമിച്ഛന്തി ചാപരേ സമം തത്വം ന വിന്ദന്തി ദ്വൈതാദ്വൈത വിവർജിതം. അഷ്ടാവക്ര സംഹിതയാണ്. അവിടെ ദ്വൈതവുമില്ല അദ്വൈതവുമില്ല, പിന്നെ അയാൾക്ക് എല്ലാമാണ് താൻ. അപ്പോ അവിടെ ന സാഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർ മതം വാ. മീമാംസകന്മാര് വൈദിക കർമ്മകാണ്ഡികളാണ്. അതിലുള്ള യാഗം യജ്ഞം മുതലായിട്ടുള്ള കാര്യം ഇതിലൊക്കെ നോക്കിയാൽ ജൈനം ബൗദ്ധം സിദ്ധാന്തം എന്ന് പറഞ്ഞു പിടിക്കുമ്പോ ദേ ബിക്കം വെരി വെരി ഈഗോയിസ്റ്റിക്. ലിമിറ്റഡ് ആവും. ഷണ്ട, ദ്വേഷം ഒക്കെ എന്ത് ഐഡന്റിഫിക്കേഷന്റെ പേരാണ് ഈഗോ. അതാണ് ബേസിക് പ്രോബ്ലം. റിലീജിയസ് റയോട്ട്സ്, ടെററിസം എന്തൊക്കെ പറയണു, എല്ലാത്തിനും പുറകിലും ഈ ഐഡന്റിഫിക്കേഷനാണ്. ഏതോ ഒന്നിനോട് ഐഡന്റിഫൈ ചെയ്താൽ വേറെ ഒന്നിനോട് വിരോധം വയ്ക്കാതിരിക്കാൻ ഒക്കുകയില്ല. വൈഷ്ണവം എന്ന് പറഞ്ഞാൽ ശൈവത്തിനോട് ദ്വേഷം തോന്നും, ശൈവം എന്ന് പറഞ്ഞാൽ വൈഷ്ണവത്തിനോട് ദ്വേഷം തോന്നും, ജൈനം എന്ന് പറഞ്ഞാൽ ബൗദ്ധത്തിനോട്, ബൗദ്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേദാന്തികളോട് ഒക്കെ ദ്വേഷം പരസ്പരം. ഈ ദ്വേഷത്തിനൊക്കെ കാരണം എന്താ? ഇവൻ എല്ലാമും ആകുന്നില്ല എന്നാണ്. എപ്പോ ഇവൻ എല്ലാമുമായി തീരണോ അപ്പൊ ഇവൻ ഒന്നിനോടും ദ്വേഷമില്ല, ഒന്നിനോടും ശണ്ടയില്ല, ഒന്നിനോടും വെറുപ്പുമില്ല. ഇവന് സർവാത്മഭാവം സ്വതസിദ്ധമാണ്. അതാണ് വിശിഷ്ടാനുഭൂതി എന്ന് പറഞ്ഞത്. വിശിഷ്ടാനുഭൂത്യ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ട ശിവ കേവലോഹം. നടക്കാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം രമണം ഭജാമി.